ഇന്ന് നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും പിന്നെ ചോറിനൊപ്പവും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ. ഇത് നിലക്കടല ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പൊടിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ. നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഈ ഒരു പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഊണിന് സൈഡ് ഡിഷായിട്ടും അല്ലാതെയും കഴിക്കാൻ പറ്റിയ ഒരു പൊടിയാണിത്. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി ഊണ് കഴിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ അല്പം നെയ്യ് ചേർത്ത് കഴിച്ചാലോ, പിന്നെ പറയേ വേണ്ട, ഊണ് നല്ല അടിപൊളിയാവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി ഇതൊക്കെയും ഈ പൊടിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ നമ്മളുടെ കടല നന്നായി പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി അല്പസമയം ചൂടാറാൻ വേണ്ടി വെക്കാം. ഈ കടല ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിൻ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. സ്കിന്നോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ആവാൻ പാടില്ല. വെള്ളമായാൽ ഇത് പെട്ടെന്ന് കേടുവരും. അതുകൊണ്ട് ഈ പൊടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ, സ്പൂണ്, മിക്സിയുടെ ജാറ് ഇതൊക്കെ വെള്ളം തുടച്ച് കളഞ്ഞ് ഡ്രൈ ആക്കിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 8 അല്ലി വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിയ വെള്ളുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെള്ളുള്ളിയുടെ സൈസിനനുസരിച്ച് നമുക്ക് 8 അല്ലി മുതൽ 12 അല്ലി വരെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അവസാനം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൾസ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് പൊടിക്കേണ്ടത്. കാരണം ആകെ 8-10 സെക്കൻഡ് മാത്രമേ ഇത് പൊടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് അധികം പൊടിയണ്ട. ഇതേപോലെ കുറേശ്ശെ തരിയോടുകൂടെ വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷേ കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെള്ളുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെള്ളുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പൊടി അല്പസമയം കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, ഇതിൻ്റെ ചൂടാറുന്നത് വരെ. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. 2 ആഴ്ചയിലധികമൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളുടെ നിലക്കടല കൊണ്ടുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊടിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.